മോർണിംഗ്. അപ്പം ഇന്ന് വീഡിയോ ക്ലാസ്സാണ് ഇടാൻ പോകുന്നത്. മെയിനായിട്ടുള്ള റീസൺ എന്ന് വെച്ചാൽ എനിക്ക് നമ്മുടെ ഒരു മീറ്റിങ്ങും ഉണ്ട്. കൂടാതെ തന്നെ ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ വളരെ കുറച്ച് കുട്ടികളേ ഉള്ളൂ. അപ്പോൾ ഇന്ന് എടുത്ത ടോപ്പിക്ക് പലർക്കും മിസ്സാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വന്നത് പിന്നെയും റിപ്പീറ്റ് ചെയ്താൽ നമ്മുടെ ടൈം നല്ലോണം പോവും. അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ക്ലാസ് വീഡിയോ ക്ലാസ് ഇടാമെന്ന് വിചാരിച്ചത്. സോ എല്ലാവരും നിർബന്ധമായിട്ട് കാണുക. കാരണം നമ്മൾ ഇന്നലെ ചെയ്ത ഇന്നലെ പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ ബാക്കി സെക്ഷനാണ്. ഓക്കെ, അപ്പം എല്ലാവരും നിർബന്ധമായിട്ട് തന്നെ വീഡിയോ കാണുക, നോട്ട്സ് എഴുതിയെടുക്കുക. ഞാൻ നോട്ട് ഞാൻ സബ്മിറ്റ് ചെയ്യിപ്പിക്കും. സോ എല്ലാവരും ഈ വീഡിയോ ക്ലാസ് കാണണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. അപ്പം എന്താ പറയുക, കണ്ടവർ ഓൾറെഡി ബാക്കിയുള്ളവരോടും കൂടെ എന്തായാലും പറയണം ഈ ഒരു വീഡിയോ കണ്ടു തീർക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ആണ്. നമ്മൾ ഇന്നലെ ചെയ്ത ഇന്നലെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ടോപ്പിക്കിൻ്റെ ബാക്കി സെക്ഷനാണ്. അപ്പം നമ്മൾ സൊല്യൂഷൻസ് ഓഫ് നോൺ ഹോമോജീനിയസ് സിസ്റ്റം, അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതല്ലേ. അപ്പോൾ നമ്മൾ നോൺ ഹോമോജീനിയസ് സിസ്റ്റമായിട്ടുള്ള A is equal to 3, 5, -4, -3, -2, 4, 6, 1, 8. Okay, and B is equal to 7, -1, -4. ഇതായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ ലാസ്റ്റ് ക്ലാസ്സിൽ. ഇതിൻ്റെ സൊല്യൂഷൻ ആയിരുന്നു നമ്മൾ കണ്ടുപിടിച്ചത്. ഇതിൻ്റെ പിന്നെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ പറഞ്ഞത്. സോ ഞാനും കൂടെ എഴുതാം. കുറേ പേർക്ക് തെറ്റിപ്പോയിട്ടുണ്ട്. അപ്പം ഞാനും കൂടെ എഴുതാം. -3, -2, 4, -1, 6, 1, 8, -4. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അന്ന് ആൻസർ കിട്ടാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനിയിപ്പം ഇത് ആൻസർ ഓൾറെഡി നിങ്ങൾ ഫൈനൽ ആൻസർ കണ്ടുപിടിച്ച് അവിടെ വരെയുള്ളതാണെങ്കിൽ ജസ്റ്റ് മുന്നോട്ടേക്ക് ഫോർവേഡ് അടിച്ച് പോയിക്കോളൂ കേട്ടോ. അപ്പോൾ നമുക്കിതിനെ ആദ്യം ഒന്ന് എക്കലോൺ ഫോമിലോട്ടേക്ക് മാറ്റാം. എക്കലോൺ ഫോമിലോട്ടേക്ക് മാറ്റാൻ ആദ്യം നമുക്ക് 3നെ 1 ആക്കാൻ പറ്റുമോ വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ആ റോയിലുള്ള ആരും 3യുടെ മൾട്ടിപ്പിൾ അല്ല. സോ ആദ്യം എന്ത് ചെയ്യുക, നമുക്ക് ഇവരെയൊക്കെ ഒന്ന് പിന്നെ ബാക്കിയുള്ളവരെ 0ലോട്ടാക്കാം അല്ലേ. അപ്പം R2നെ എങ്ങനെ മാറ്റാം? R2 ചേഞ്ചസ് ടു R2 + R3 വരും. ആൻഡ് R3 ചേഞ്ചസ് ടു 6 എങ്ങനെ 3 വെച്ച് 0 ആക്കാം? R3 -2 സോറി R2 + R1 ആണല്ലേ. ഓക്കെ, R1 വരും. പിന്നെ R3 -2 R1 വരും അല്ലേ. ദാറ്റ് ഈസ് എന്തായിരിക്കും? 3, 5, -4, 7, -3 + 3 0, -2 + 5 3 വരും. 4 - 4 0 വരും. പിന്നെയോ -7 + 7 -1 + 7 6 വന്നു. ഇനി 6 - 2 × 3 6 0, 1 - 2 × 5 ദാറ്റ് ഈസ് 1 - 10 -10 വരും. 8 ശ്രദ്ധിക്കണം, 8 - 2 × -4 അല്ലേ. സോറി 6 1 -8 ആണല്ലേ. സോറി. സോ -8 - 2 × -4 എന്ന് പറയുന്നത് എന്തുവാ? 2 × -4 എന്ന് പറയുന്നത് എന്തായിരുന്നു? അത് 0 ആണ്. പിന്നെ -4 - 2 × 7 ദാറ്റ് ഈസ് -4 -14 -18 വരും അല്ലേ. സോ ദിസ് വിൽ ബി അവർ നെക്സ്റ്റ് ഫോം. നൗ എന്ത് ചെയ്യുക, നെക്സ്റ്റ് എലമെൻ്റ് റീഡിംഗ് റോ മാറ്റാം. നോക്കുമ്പോൾ 3 ആണ് നെക്സ്റ്റ് റോയിൽ ലീഡിങ് എലമെൻറ്റ്. ആൻഡ് അത് നമുക്ക് ആ റോയിൽ ബാക്കി 3യുടെ മൾട്ടിപ്ലൈ ആയതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ അത് എന്ത് ചെയ്യാം, അവിടെ വെച്ചിട്ട് തന്നെ 1ലോട്ട് മാറ്റാം അല്ലേ. R2 ചേഞ്ചസ് ടു 1/3 R2 അല്ലേ. എന്തുകൊണ്ട് മാറ്റിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നേരത്തെ അവിടെ മുകളിലത്തെ ആളെ മാറ്റാതെ ഇവിടെ എന്തുകൊണ്ട് മാറ്റിയെന്ന് ചോദിച്ചാൽ എന്ത് പറയുക, ഇവിടെ റോയിൽ എല്ലാവരും എന്താണ് 3യുടെ മൾട്ടിപ്ലൈ കൊണ്ട് മാത്രമാണ് ഇപ്പോൾ മാറ്റുന്നത് കേട്ടോ. അല്ലെങ്കിൽ അധികം അങ്ങനെ ചെയ്യാൻ നിൽക്കേണ്ട, ലാസ്റ്റ് ചേഞ്ച് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേഷൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഓക്കെ, R2. സോ എന്തായി? 3, 5, -4, 7, 0, 1, 0, 6/3 2 വരും അല്ലേ. ബാക്കി അങ്ങനെ തന്നെയാണ്. നൗ വാട്ട് വി ഹാവ് ടു ഡു, ഇനി എന്താ ചെയ്യുക? ഇനി റീഡിങ് എലമെൻറ്റ് വെച്ച് താഴെ മുകളിലും 0 ആക്കാം അല്ലേ. അല്ലെങ്കിൽ റീഡിങ് എലമെൻറ്റ് വെച്ച് താഴെ 0 ആക്കാം. അപ്പോൾ എന്താ വരിക? R3 ചേഞ്ചസ് ടു -9 എങ്ങനെ 1 വെച്ച് 0 ആക്കാം? R3 + 9 R2 വരും അല്ലേ. ദാറ്റ് ബിക്കംസ് എന്താവും? 3, 5, -4, 7, 0, 1, 0, 2, 0, 0, 0, -9 + 9 0, 0, -18 + 18 0 വരും. അതും 0 വന്നു. സോ ലാസ്റ്റ് റോ ഫുള്ള് 0 ആണ്. ഇപ്പോൾ ലാസ്റ്റത്തെ റോയിലോട്ടേക്ക് ഇനി ലീഡിങ് എലമെൻ്റ് ഇല്ല. അപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും X3ക്ക് ഇവിടെ പൈവറ്റ് പൊസിഷൻ ഇല്ല. സോ X3 ഫ്രീ വേരിയബിൾ ആയിരിക്കും എന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കൺക്ലൂഡ് ചെയ്ത് കൊണ്ടുവരണം കേട്ടോ. കാരണം ഒരു റോയിൽ ഓരോ എന്താ പറയുക
ഓരോ നമ്മുടെ x1 x വേരിയബിളിനും വേരിയബിളിൻ്റെ കോളത്തിൽ ഒരു ലീഡിങ് എലമെൻറ്റ് വന്നാൽ മാത്രമേ അത് ബേസിക് വേരിയബിൾ ആവൂ. ഇവിടെ x1ൻ്റെ കോളത്തിലുണ്ട്, x2ൻ്റെ കോളത്തിലുണ്ട്, പക്ഷേ x3ൻ്റെ കോളത്തിൽ ലീഡിങ് എലമെൻറ്റ് ഇല്ലാത്ത സ്ഥിതിക്ക് x3 ഫ്രീ വേരിയബിളാണ്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇനി കഴിഞ്ഞില്ല, നമുക്കിനി ജനറലോട്ട് മാറ്റണമെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് റെഡ്യൂസ്ഡ് എക്കലോൺ ഫോം അല്ലേ. അപ്പോൾ 1 വെച്ച് മുകളിലത്തെ ആളെ 0 ആക്കാം. നമ്മൾ ഇവിടെയാണുള്ളത്. സോ 1 വെച്ചിട്ട് അങ്ങനെ മുകളിലത്തെ 5നെ 0 ആക്കാം. R1 ചേഞ്ചസ് ടു എന്ത് പറയാം, R1 മൈനസ് 5R1 ചെയ്യാം അല്ലേ, 5R2 എന്ന് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താ വരിക, ഇയാളൊന്നും ചെയ്യാത്തതുകൊണ്ട് ആദ്യം ഈ റോകളൊക്കെ അങ്ങനെ തന്നെ എഴുതാം. 1 0 2 0, അപ്പം 3 മൈനസ് 0 3 തന്നെ, 5 മൈനസ് 5 0, മൈനസ് 4 മൈനസ് അത് മൈനസ് 4 തന്നെയാണ്. 7 മൈനസ് 5 ഇൻറ്റു 2, അപ്പോൾ 7 മൈനസ് 12 വരും അല്ലേ. എന്താ വരിക, 7 മൈനസ് 5 ഇൻറ്റു 2 സോറി 7 മൈനസ് 10 വരും, ദാറ്റ് ഈസ് മൈനസ് 3 വരും അല്ലേ. അങ്ങനെ വന്നു. ഇനി എന്താ ചെയ്യേണ്ടത്, ഇനി ഏറ്റവും ഫസ്റ്റ് റോയിൽ ലീഡിങ് എലമെൻറ്റ് 3 ആണ്. അപ്പോൾ അതിനെ 1 ആക്കാം അല്ലേ. അപ്പം R1 ചേഞ്ചസ് ടു 1/3 R1. ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പം. കാരണം ആദ്യമേ നമ്മളിതിനെ 1 ആക്കാൻ നോക്കിയാൽ ബാക്കിയുള്ള ടേംസൊക്കെ ഫ്രാക്ഷൻ പോലെ ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ബാക്കി കാൽക്കുലേഷൻസ് ഭയങ്കര ഹെക്റ്റിക്കായിട്ട് തോന്നും. -3/3 -1 ആണല്ലേ, ഓക്കെ, ഹെക്റ്റിക്കായിട്ട് തോന്നും കേട്ടോ. 0 1 0 2 0 0 0. എന്നാൽ നമ്മൾ നെക്സ്റ്റ് പണി എന്തുവാ, ഇനി നമുക്കിതിൻ്റെ ജനറൽ സൊല്യൂഷൻ തുടങ്ങാം അല്ലേ. പറഞ്ഞോളൂ, എന്താ വരിക, x1 x2 ഇല്ല, -4/3 x3 ഈക്വൽ ടു -1 അല്ലേ. രണ്ടാമത്തതോ x2 ഈക്വൽ ടു 2. മൂന്നാമത്തത് ആരുമില്ല, അപ്പോൾ x2ൻ്റെ വാല്യൂ 2 കിട്ടി. അപ്പം ബാക്കി ആരുമില്ല, 0 ഈക്വൽ ടു 0 ആണല്ലേ. ഓക്കെ, അപ്പം x1 കിട്ടി. അപ്പം നമുക്കറിയാം, ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതിലാരാണ് ബേസിക് വേരിയബിൾ. x1ഉം x2 ആയിരിക്കും ബേസിക് വേരിയബിൾ, x3 എന്ന് പറയുന്ന ഫ്രീ വേരിയബിൾ ആണ് അല്ലേ. സോ നമുക്കിപ്പം ജനറൽ സൊല്യൂഷനിലോട്ടേക്ക് മാറ്റുമ്പം x1 ഈക്വൽ ടു എന്ത് ചെയ്താൽ -1 പ്ലസ് 4/3 -1 പ്ലസ് 4/3 x3 എഴുതാം അല്ലേ. x2 is 2 itself, കുഴപ്പമില്ല. അടുത്തത് x3 തന്നെ നമ്മൾ എന്താണ് x3 ഇട്ടുകൊടുക്കുന്നത് തന്നെയായിരിക്കും x3 അല്ലേ. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ സൊല്യൂഷൻ വെക്റ്റർ ഫോമിൽ എങ്ങനെ സൊല്യൂഷൻ ചെയ്താൽ നോക്കാം. x ഈക്വൽ ടു നമുക്കറിയാം x1 x2 x3. ഓക്കെ, എൻ്റെ ബോർഡിൽ നിന്ന് വലിയൊരു സുഖത്തിലല്ല, അതുകൊണ്ട് എഴുത്തൊരു സുഖമില്ലാതെ വരുന്നത് അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പം -1 പ്ലസ് x1 എന്ന് വെച്ചാൽ -1 പ്ലസ് 4/3 x3 അല്ലേ. രണ്ടാമത്തേതിൽ x2 ഈസ് 2 ആൻഡ് തേർഡ് എലമെൻറ്റ് ഈസ് x3. ഇതിൽ കോമൺ ആയിട്ട് x3 ഉണ്ട്, പക്ഷേ x3നെ ഡയറക്റ്റായിട്ട് പുറത്തെടുക്കാൻ പറ്റുമോ, ഇല്ലല്ലേ. കാരണം ഇതിൽ x3 വരുന്ന ടേംസും ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെയുള്ള സാധാ നമ്പേഴ്സും ഉണ്ട്. സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഇവരെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. ആദ്യം സാധാ നോർമൽ നമ്പേഴ്സിനെ തന്നെ എടുക്കാം. ഫസ്റ്റ് റോയിൽ നോർമൽ നമ്പർ എന്തുവാ, -1. രണ്ടാമത്തേൽ 2 ഉണ്ട്. ലാസ്റ്റത്തേൽ ആരുമില്ല, സോ പുട്ടിറ്റ് 0. ഓക്കെ, ആരും ഇല്ലാത്തതുകൊണ്ടാണ് 0 കൊടുക്കുന്നത് കേട്ടോ. പ്ലസ് ഇനി അടുത്തത് നമുക്ക് x3കളുടെ ടേംസ് എടുക്കാം. ഫസ്റ്റ് റോയിൽ ആരുണ്ട്, 4/3 x3. രണ്ടാമത്തെ റോയിൽ ആരുണ്ട്, x3യുടെ ടേം വല്ലതുണ്ടോ, ഇല്ലല്ലേ. സോ നമുക്ക് എന്ത് കൊടുക്കാം, അവിടെ എന്ത് കൊടുക്കാം, 0 കൊടുക്കാം. ലാസ്റ്റിൽ x3 ഉണ്ട്. ഓക്കെ, നൗ വാട്ട് ക്യാൻ വി ഡു ഹിയർ. ഇനി ചെയ്യേണ്ട പണി എന്തുവാ, x3നെ പുറത്തെടുക്കുക. അപ്പോൾ എന്താണ് -1 2 0 പ്ലസ് x3നെ പുറത്തെടുക്കുമ്പോൾ എന്ത് വരും എടാ, 4/3 0 1. ഇങ്ങനെയാണ് നമ്മുടെ സൊല്യൂഷൻ നിൽക്കുന്നത് അല്ലേടാ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഇപ്പം നിങ്ങൾ നോക്കിയേ, നമുക്കിനി നമ്മൾ അടുത്ത പണിയെന്ന് വെച്ചാൽ ഈ വെക്റ്റേഴ്സിന് u v എന്ന് കൊടുക്കുക, x3 s t എന്നൊക്കെ കൊടുക്കുക. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പണി. അതിനു മുമ്പ് നിങ്ങളൊന്ന് ഈ സൊല്യൂഷൻ ശ്രദ്ധിച്ചോ. ഇനി എല്ലാവരും നമ്മൾ ഈ ചാപ്റ്ററിൽ ഈ മൊഡ്യൂളിൽ ഫസ്റ്റ് ചെയ്ത പ്രോബ്ലത്തിലോട്ടൊന്ന് പോയേ. എന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ഒരു ലീനിയർ ഇക്വേഷൻ ഇതുപോലെ സോൾവ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഫസ്റ്റ് ഞാൻ വേണമെങ്കിൽ എഴുതി കാണിച്ചു തരാം. ഈ ഇക്വേഷൻ നിങ്ങൾ ഓൾറെഡി സോൾവ് ചെയ്തതാണ്, നിങ്ങളുടെ നോട്ടിലുണ്ട്. ഹോമോജീനസ് ആണ്. ഇപ്പോൾ ഫസ്റ്റ് സെക്ഷനിൽ ഫസ്റ്റ് ചെയ്ത പ്രോബ്ലം കേട്ടോ. -3 x1 minus 2x2 plus 4x3 equal to 0, 6x1 plus x2. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ആ ക്വസ്റ്റ്യനിലോട്ടൊക്കെ നോക്കിക്കേ. ദിസ് ഈസ് എ ഹോമോജീനസ് ഇക്വേഷൻ അല്ലേ. എൻ്റെ മക്കളെ, ഇതിൻ്റെ നോൺ ഹോമോജീനസ് പാർട്ടല്ലേ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഞാൻ വേണമെങ്കിൽ ഇങ്ങോട്ട് നിങ്ങൾ ആ നോട്ടിലോട്ട് നോക്കിയേ. 3 5 -4 -3 -2 4 6 1 -8. നിങ്ങൾ താഴെയുള്ള മെട്രിക്സ് ഒന്ന് നോക്കിയേ. ആ ഹോമോജീനസിൻ്റെ നോൺ ഹോമോജീനസ് ടൈപ്പ് അല്ലേ ഇതുള്ളത്. അവിടെ AX ഈക്വൽ ടു 0 ആണെങ്കിൽ ഇവിടെ എന്താണ്, AX ഈക്വൽ ടു B അല്ലേ. എന്ന് വെച്ചാൽ A അവിടെ നമ്മുടെ കോഎഫിഷ്യൻ്റ് മെട്രിക്സ് അവിടെ സെയിം ആണ്. അവിടെ B 0 ആണെങ്കിൽ ഇവിടെ B ഒരു നോൺ സീറോ മെട്രിക്സിനേ ഉള്ളൂ അല്ലേടോ.
അപ്പം നോക്കിയേ, നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ മുൻപ് ചെയ്തിരിക്കുന്ന ഹോമോജീനിയസ് ഇക്വേഷൻ്റെ എന്താണ്, നോൺ ഹോമോജീനിയസ് വേർഷൻ ആണല്ലേ. എക്സ് കറസ്പോണ്ടിങ് എക്സ് ഈക്വൽ ടു സീറോനെ എക്സ് ഈക്വൽ ടു ബി ഫോമാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എല്ലാവരും അതിൻ്റെ സൊല്യൂഷൻ നിർത്തേ. നിങ്ങളിപ്പോൾ ആ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ നിങ്ങൾക്ക് എന്താ കിട്ടിയിട്ടുണ്ടാവുക? ഇങ്ങനെയാണ് നിങ്ങളതിൻ്റെ സൊല്യൂഷൻ എഴുതി വെച്ചേക്കുന്നത്. എക്സ് ഈക്വൽ ടു, ഞാൻ പാരാമെട്രിക് എഴുതുന്നതിന് മുമ്പുള്ള ഫോം ചെയ്താട്ടോ, 4/3 0 1 അല്ലേ. ഇതായിരുന്നു എന്ത്, നോൺ ഹോമോജീനിയസ് എക്സ് ഈക്വൽ ടു നമ്മുടെ ഇപ്പോൾ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ്റെ നോൺ ഹോമോജീനിയസ് പാർട്ടില്ലേ, അതിൻ്റെ സൊല്യൂഷനാണ് എക്സ് ഈക്വൽ ടു x3 4/3 0 1 അല്ലേ. ഇനി നിങ്ങളെല്ലാവരും ഈ സൊല്യൂഷനിലോട്ടേക്ക് വന്നേ മക്കളെ. ഇത് നോക്കിയേ, ഈ നോൺ ഹോമോജീനിയസ് സെക്ഷൻ നോക്കിയേ. നമ്മളിപ്പം നമ്മുടെ ഇക്വേഷൻ്റെ ഹോമോജീനിയസിൻ്റെ സൊല്യൂഷനാണ് ഇത് അല്ലേ, നമ്മൾ മുമ്പ് ചെയ്ത് വെച്ച്. ഈ നോൺ ഹോമോജീനിയസ് സെറ്റിൻ്റെ സൊല്യൂഷനാണ് ഇത് അല്ലേ. നോക്കിയേ മക്കളെ, ഇത് രണ്ടും സെയിം അല്ലേ, ഇവർ തന്നെയല്ലേ ഇവർ. ആകെ വേറെ പുതിയൊരു വെക്ടർ മാത്രമല്ലേ ഇവിടെ വന്നിട്ടുള്ളൂ അല്ലേ. നോക്കിയേ, സൊല്യൂഷൻ സെയിം അല്ലേ. നിങ്ങൾ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ്റെ, നിങ്ങളിപ്പോൾ സോൾവ് ചെയ്തിരിക്കുന്ന ഇക്വേഷൻ്റെ ഹോമോജീനിയസ് സെറ്റിൻ്റെ സൊല്യൂഷനും നോൺ ഹോമോജീനിയസ് സെറ്റിൻ്റെ സൊല്യൂഷൻ ഇപ്പോൾ നമ്മൾ ചെയ്തു. അത് നോക്കിയേ, കമ്പയർ ദിസ്. രണ്ടിലും ആരുണ്ട്, ആ ഹോമോജീനിയസ് പാർട്ട് വന്നില്ലേ. ആകെ അഡീഷണലി ആരാ വന്നത്, ഈ ഫസ്റ്റ് പാർട്ടാണ് വന്നതല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ഈ -1 2 0ന് ഞാൻ പി എന്ന് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പി എന്ന് കൊടുക്കുകയാണ്. 4/3 0 1 ഈ വെക്ടറിന് ഞാൻ എന്ത് കൊടുക്കുകയാണ്, യൂഷ്വലി കൊടുക്കുന്ന പോലെ നമുക്ക് വി എന്ന് കൊടുക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ എക്സ് എന്തായി, എക്സ് ഈക്വൽ ടു പി പ്ലസ് x3 ഇൻറ്റു വി വരും അല്ലേ. ഇനി x3ക്ക് നമ്മൾ വേണമെങ്കിൽ കുറച്ച് ടി കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടിയടാ, എക്സ് ഈക്വൽ ടു പി പ്ലസ് ടി വി. നോക്കിയേ, അതിൽ ഈ ടി വി എന്ന് പറയുന്ന ആളാരാ, ടി വി എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ഹോമോജീനിയസ് പാർട്ടിൻ്റെ സൊല്യൂഷൻ ആണല്ലേ. അപ്പം നമുക്ക് എന്ത് കിട്ടിയടാ, വേറെ എക്സ് ഈക്വൽ ടു ടി വി എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടും, ഈസ് ദി എന്ത് പറയാം, സൊല്യൂഷൻ ഓഫ് എക്സ് ഈക്വൽ ടു സീറോൻ്റെ സൊല്യൂഷനാണ് നമുക്ക് പറയാൻ പറ്റുമല്ലേ. എന്ന് വെച്ചാൽ ഒരു നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ്റെ, ഒരു നോൺ ഹോമോജീനിയസ് ലീനിയർ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണുള്ളത്, അതിൻ്റെ ഹോമോജീനിയസ് പാർട്ടിൻ്റെ സൊല്യൂഷന് പ്ലസ് ഒരു ന്യൂ വെക്റ്റർ അല്ലേ, അതുപോലെയുള്ളത്. ആ പീനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, നമുക്ക് എന്ത് പറയാൻ പറ്റും, പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയാൻ പറ്റും കേട്ടോ. വി എന്ന് പറയുന്നത് എന്താണെന്ന് പറയാൻ പറ്റും, പി എന്ന് പറയുന്ന ആരെ പറയാൻ പറ്റൂടാ, പെർട്ടിക്കുലർ സൊല്യൂഷൻ. ഓക്കെ, പി എന്ന് പറയുന്നത് പെർട്ടിക്കുലർ സൊല്യൂഷൻ ഓഫ് എക്സ് ഈക്വൽ ടു ബി നമുക്ക് പറയാൻ പറ്റും അല്ലേ. അപ്പം നമുക്ക് എന്ത് പറയാം, ജനറലി നമുക്ക് എന്ത് പറയാടാ, സൊല്യൂഷൻ ഓഫ് ആരുടെ, ഒരു ഹോമോജീനിയസ് ഇക്വേഷൻ, നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ എ എക്സ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന സെറ്റിൻ്റെ സൊല്യൂഷൻ. ഓക്കെ, ഒരു നോൺ ഹോമോജീനിയസ് ലീനിയർ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാം, ഈസ് ഒബ്റ്റെയിൻഡ് ബൈ, എങ്ങനെ ഒബ്റ്റെയിൻ ചെയ്യാം, ബൈ ആഡിങ്, എന്താ ആഡ് ചെയ്തുകൊണ്ട്, എ വെക്റ്റർ പി അല്ലേ, ഒരു പി എന്ന് പറയുന്ന വെക്റ്റർ, ആ പി നമ്മൾ പെർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയും, ടു ദി വെക്റ്റർ P to the സൊല്യൂഷൻ ഓഫ് എ എക്സ് ഈക്വൽ ടു 0 അല്ലേ. അപ്പോൾ ഒരു നോൺ ഹോമോജീനിയസ് സിസ്റ്റം, ഓക്കെ, ഈ നോൺ ഹോമോജീനിയസ് സിസ്റ്റം ലീനിയർ സിസ്റ്റം ആയുള്ള എ എക്സ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന സൊല്യൂഷൻ എങ്ങനെ നമുക്ക് കിട്ടുന്ന പറയുന്നത്, അതിൻ്റെ ഹോമോജീനിയസ് പാർട്ടായിട്ടുള്ള എ എക്സ് ഈക്വൽ ടു 0 അല്ലേ, അതിൻ്റെ സൊല്യൂഷൻ്റെ കൂടെ ഒരു പർട്ടിക്കുലർ വെക്റ്റർ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി, നമുക്ക് അതിൻ്റെ നോൺ ഹോമോജീനിയസ് സൊല്യൂഷൻ കിട്ടി. സോ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ, ഒരു നോൺ ഹോമോജീനിയസ് സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അതെന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു പെർട്ടിക്കുലർ വെക്റ്റർ പ്ലസ് അതിൻ്റെ ഹോമോജീനിയസ് പാർട്ടിൻ്റെ സൊല്യൂഷൻ വെക്റ്ററിന് ഹോമോജീനിയസ് പാർട്ടിൻ്റെ സൊല്യൂഷൻ വെക്റ്റർ പ്ലസ് ഒരു പെർട്ടിക്കുലർ സൊല്യൂഷൻ പി എന്ന് പറയുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് വെക്റ്റർ. ഓക്കെ, അതുപോലെ ഉണ്ടാവും. ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു നോൺ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് എഴുതാടാ, അതിൻ്റെ ഹോമോജീനിയസ് പാർട്ടിൻ്റെ സൊല്യൂഷൻ പ്ലസ് ഒരു വെക്റ്റർ, ഒരു പെർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് വെച്ചാൽ ഇതിൻ്റെ പെർട്ടിക്കുലർ സൊല്യൂഷൻ പി എന്ന് വിളിക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. ഇങ്ങനെ നമുക്ക് ഏതൊരു നോൺ ഹോമോജീനിയസിൻ്റെ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ എഴുതാൻ പറ്റും. അവിടെ നമ്മൾ ടി വി എന്ന് വെച്ചാൽ വെക്റ്ററിൻ്റെ അവിടെ നമ്മൾ വേരിയബിളിൻ്റെ കൂടെ എഴുതുന്ന പാർട്ടില്ലേ, അതെന്ന് പറഞ്ഞാൽ ശരിക്കും എവിടെ ആയിരിക്കും,
നമ്മുടെ ഹോമോജീനിയസ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആയിരിക്കും. ഓക്കെ, is it clear? So this is the relation between the system solution of the linear this is a relation between what the solution system of a homogeneous linear system and non-homogeneous linear system. Okay, clear ആണോ? അപ്പം ഹോമോജീനിയസ് ലീനിയർ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ്റെയും നോൺ ഹോമോജീനിയസ് ലീനിയർ സിസ്റ്റത്തിൻ്റെയും സൊല്യൂഷൻ്റെ ഒരു എന്താ പറയുക റിലേഷനാണ് നമ്മളിവിടെ പറഞ്ഞേക്കുന്നത്. എന്ന് വെച്ചാൽ എന്താണ് ഒരു നോൺ ഹോമോജീനിയസ് ലീനിയർ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം നമുക്ക്? അതിൻ്റെ ലീനിയർ ഹോമോജീനിയസ് സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ പ്ലസ് ഒരു പെർട്ടിക്കുലർ വെക്റ്റർ. ഓക്കെ, ഇങ്ങനെ വരും കേട്ടോ. നമുക്കപ്പം ഇതിപ്പോൾ വലിയ സിസ്റ്റം അല്ലേ, ഒരു സിംഗിൾ ഇക്വേഷൻ സിസ്റ്റം നോക്കിയാൽ ഇതേപോലെ എങ്ങനെ റിലേഷൻ ഒന്ന് കുറച്ചും കൂടെ സുഖമായിട്ട് പറയാൻ വേണ്ടിയിട്ട് എഴുതിക്കോളൂ. x1 പ്ലസ് 9x2 മൈനസ് 4x3 ഈക്വൽ ടു 0. ദിസ് ഈസ് എ ഹോമോജീനിയസ് ഇക്വേഷൻ. ഓക്കെ, മറ്റേതോ x1 പ്ലസ് 9x2 മൈനസ് 4x3 ഈക്വൽ ടു -2. ഓക്കെ, സോ ദിസ് ഈസ് നമുക്കറിയാം ഈ ഇക്വേഷൻ്റെ നോൺ ഹോമോജീനിയസ് പാർട്ടാണ് ഇതല്ലേ. നമുക്കിനി എഴുതി നോക്കാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എങ്ങനെ എഴുതാം? ആൻസർ x1 ഈക്വൽ ടു എങ്ങനെ എഴുതാം ഇതിനെ? 4x3 അതിങ്ങോട്ട് ഓർഡറിലും പോയിക്കോട്ടെ. -9x2 -4x2 എങ്ങോട്ട് പോകുമ്പോൾ +4x3 വരുമല്ലേ. ഓക്കെ, നമുക്കിത് എങ്ങനെ സൊല്യൂഷൻ വെക്ടർ എഴുതാം? അപ്പോൾ x ഈസ് ഈക്വൽ ടു നമുക്കറിയാം സൊല്യൂഷൻ വെക്ടർ എന്ന് പറയുന്നത് x1 x2 x3 അല്ലേടോ. ദാറ്റ് ഈസ് എങ്ങനെ എഴുതാം? x1 എങ്ങനെ എഴുതാം? x1 ഈസ് വാട്ട് -9x2 +4x3 അല്ലേ. x2 എന്തുവാ? x2 തന്നെ. x3യോ x3 തന്നെ, വേറെ ഒന്നുമില്ലല്ലോ, അതിന് വാല്യൂ ഒന്നുമില്ലല്ലോ. നോ, നമുക്കറിയാം x2 x3യും വന്നതുകൊണ്ട് തന്നെ വി ക്യാൻ സ്പ്ലിറ്റ് ഇറ്റ് അല്ലേ. അപ്പം -9x2 രണ്ടാമത്തേൽ x2 ഉണ്ട്, മൂന്നാമത്തേൽ x2 ഉണ്ടോ? ഇല്ല. സോ വി ക്യാൻ പുട്ട് 0 പ്ലസ് ഇനി രണ്ടാമത്തെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ മറ്റേതിലോ ഫസ്റ്റത്തേൽ x3 ഉണ്ട്, രണ്ടാമത്തേൽ x3 ഉണ്ടോ? ഇല്ല. 0 കൊടുക്കുക. മൂന്നാമത്തേൽ ഉണ്ടല്ലേ. ഓക്കെ, പിന്നെ വാട്ട് ക്യാൻ വി ഡു ഹിയർ? x2 ഇതിൽ ഫസ്റ്റിൽ x2 കോമൺ ആണ്. സോ x2നെ ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുത്തു. സോ എന്ത് കിട്ടി? -9 x2 പുറത്തെടുത്താൽ 1 0 പ്ലസ് അടുത്തതോ x3 ഞാൻ പുറത്തെടുത്തു. സോ എന്ത് കിട്ടി? 4 0 1 വരും അല്ലേ. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഹോമോജീനിയസ് പാർട്ടിൻ്റെ സൊല്യൂഷൻ. ഞാനിത് മറ്റേ TV-ന്നൊന്നും കൊടുക്കുന്നില്ല, ഇപ്പം ഇങ്ങനെ കിടക്കട്ടെ. ഇതേപോലെ രണ്ടാമത്തെ സൊല്യൂഷൻ നോക്കിയാലോ. x1 പ്ലസ് 9x2 മൈനസ് 4x3 ഈക്വൽ ടു -2 അല്ലേ. ദാറ്റ് ഈസ് x1 ഈക്വൽ ടു -2 അങ്ങോട്ട് പോകാം -9x2 പ്ലസ് 4x3 വരുമല്ലേ. നമുക്ക് എന്ത് ചെയ്യാം? സൊല്യൂഷൻ എഴുതുമ്പം x ഈക്വൽ ടു x1 x2 x3 ഈക്വൽ ടു എന്ത് വരും? x1 x2 x3 ഇങ്ങനെ വരും. x1 എന്ന് പറയുന്നത് എന്തുവാ? -2 -9x2 പ്ലസ് 4x3. x2 ഈസ് x2 itself, x3 ഈസ് x3 itself. നമുക്കറിയാം 3 ടേം ഉണ്ടല്ലേ. x2ൻ്റെ x3ൻ്റെ ഉണ്ട് പ്ലസ് ഒരു കോൺസ്റ്റൻ്റ് ഉണ്ട്. സോ നമുക്കിത് 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം കേട്ടോ. ആദ്യം കോൺസ്റ്റൻ്റ് നമ്പർ ഫസ്റ്റ് റോയിൽ -2 ഉണ്ട്, രണ്ടാമത്തെ റോയിൽ ആരുണ്ടോ? ഇല്ല, ആ ഒരു കോൺസ്റ്റൻറ്റും ഇല്ല, 0. മൂന്നാമത്തേൽ ആരുണ്ടോ? അതും ഇല്ല, അപ്പോൾ 0 പ്ലസ് ഇനി രണ്ടാമത്തെ നമുക്ക് x2ൻ്റെ കോളം വരയ്ക്കാം അല്ലേ. എന്തായിരിക്കും? -9x2 ഉണ്ട്, രണ്ടാമത്തതിൽ x2 ഉണ്ട്, മൂന്നാമത്തേൽ ആരും ഉണ്ടോ? ഇല്ല, അപ്പോൾ 0 കൊടുക്കാം. പ്ലസ് ലാസ്റ്റിൽ x3 എടുക്കുമ്പോൾ ആദ്യത്തേൽ 4x3 ഉണ്ട്, രണ്ടാമത്തേൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, 0 ആണ്. മൂന്നാമത്തേലോ x3 ഉണ്ട് അല്ലേ. നൗ വാട്ട് ക്യാൻ വി ഡു? x2നെ പുറത്തെടുക്കാം. 0 0 പ്ലസ് x2നെ പുറത്തെടുക്കുമ്പോൾ എന്ത് വരും എടാ? x2 ഇൻറ്റു -9 1 0 അല്ലേ. പ്ലസ് x3നെ പുറത്തെടുക്കുമ്പോഴോ 4 0 1. സി കഴിഞ്ഞു. ഇനി നോക്കി രണ്ടിൻ്റെ സൊല്യൂഷൻ നോക്കി. ഹോമോജീനിയസിൻ്റെ സൊല്യൂഷൻ കണ്ടോ? x2 ഇൻറ്റു -9 1 0 പ്ലസ് x3 ഇൻറ്റു 4 0 1. അതെന്നെ ഇവിടെ ഇല്ലേ? പ്ലസ് ഒരു പെർട്ടിക്കുലർ അല്ലേ. പ്ലസ് വന്നു, ഒരു പെർട്ടിക്കുലർ വെക്ടറും കൂടെ വന്നു. അപ്പോൾ എന്ത് വന്നു? അപ്പം ഒരു നോൺ ഹോമോജീനിയസ് സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കടാ? അതിൻ്റെ ഹോമോജീനിയസ് പാർട്ടിൻ്റെ സൊല്യൂഷൻ പ്ലസ് ഒരു പെർട്ടിക്കുലർ സൊല്യൂഷനിൽ പ്ലസ് വേറൊരു വെക്ടർ. ഓക്കെ, ആ പ്ലസ് ഈ വെക്ടർ എന്ന് പറയാൻ നമുക്ക് എന്ത് വിളിക്കാം? വി കോൾ ഇറ്റ് ആസ് P, ദാറ്റ് ഈസ് പെർട്ടിക്കുലർ സൊല്യൂഷൻ. ഓക്കെ, P എന്നാണ് നമ്മളതിനെ വിളിക്കുക. ദാറ്റ് ഈസ് നമ്മുടെ സിസ്റ്റത്തിൻ്റെ x ഈക്വൽ ടു ബിയുടെ പെർട്ടിക്കുലർ സൊല്യൂഷൻ ആയിരിക്കും കേട്ടോ അത്. ഓക്കെ, അപ്പം ഒരിക്കൽ വൺസ് അഗെയിൻ നമ്മുടെ എന്താണ്
ഏതൊരു നോൺ ഹോമോജീനിയസ് സിസ്റ്റത്തിനെയും അതിൻ്റെ എന്ത് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ ഹോമോജീനിയസ് പാർട്ട്ണർ സൊല്യൂഷൻ പ്ലസ് ഒരു പെർട്ടിക്കുലർ സൊല്യൂഷൻ്റെ സമ്മായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ദിസ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ സൊല്യൂഷൻ ഓഫ് എ ഹോമോജീനിയസ് സിസ്റ്റം ആൻഡ് എ നോൺ ഹോമോജീനിയസ് സിസ്റ്റം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുപോലൊരു സിസ്റ്റം കൂടെ നോക്കിയാലോ. എന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ വേറെ വേറെ ആയിപ്പോലെ സിസ്റ്റം, നമുക്ക് ഒരേപോലൊരു സിസ്റ്റം എടുക്കാം കേട്ടോ. ഇത് നിങ്ങൾ ഹോംവർക്കായിട്ട് തന്നെ ചെയ്യാം. ഓക്കെ, ഹോംവർക്ക് എന്ന് പറയുമ്പം ഇപ്പം തേർഡ് പീരീഡ് നമുക്ക് ഫ്രീ ആണ്. സോ തേർഡ് ഹവർ ഇരുന്നിട്ട് ചെയ്യാം കേട്ടോ. x1 പ്ലസ് 3x2 പ്ലസ് x3 ഈക്വൽ ടു 0 മൈനസ് 4x1 മൈനസ് 9x2 പ്ലസ് 2x3 ഈക്വൽ ടു 0 മൈനസ് 3x2 മൈനസ് 6x3 ഈക്വൽ ടു 0. ദിസ് ഈസ് ദ ഇക്വേഷൻ. ഇതിന് നോൺ ഹോമോജീനിയസ് പാർട്ടിനെ എഴുതരാം. ആൻഡ് x1 plus 3x2 plus x3 equal to 1 minus 4x1 minus 9x2 plus 2x3 equal to minus 1 minus 3x2 minus 6x3 equal to minus 3. Okay, so this is the two equation. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഇതിൻ്റെ പിന്നെ എന്താണ് ഹോമോജീനിയസ് പാർട്ടും ഇതിന് നോൺ ഹോമോജീനിയസ് പാർട്ടാണ്. സോ ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ, ബാക്കി എഴുതിക്കോളൂ. ഫൈൻഡ് ദ സൊല്യൂഷൻ ഓഫ് ബോത്ത് സിസ്റ്റം ആൻഡ് എന്ത് ചെയ്താം, ഡിറ്റർമൈൻ ദ റിലേഷൻ ബിറ്റ്വീൻ between this solution. ഓക്കെ, സോ ഇതെന്തായിട്ട് ചെയ്യുക, ഇതൊരു ഹോംവർക്കായിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ ഹോംവർക്കായിട്ട് ചെയ്യുക. സോ എന്താണ് ഒരു രണ്ട് സിസ്റ്റം തന്നിട്ടുണ്ട്, ഹോമോജീനിയസ് തന്നിട്ടുണ്ട്, നോൺ ഹോമോജീനിയസ് പാർട്ടും നമുക്ക് തന്നിട്ടുണ്ട്. സോ എന്ത് ചെയ്യുക, രണ്ടിൻ്റെ സൊല്യൂഷൻ വേറെ വേറെ കണ്ടുപിടിക്കുക. അതിന് നിങ്ങൾക്ക് സുഖമാണ് ആക്ച്വലി, കാരണം ആദ്യം ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് രണ്ടാമത്തേലും വരുന്നത് അല്ലേ. ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കണേ. ഓക്കെ, അപ്പം ആദ്യത്തെ നിങ്ങൾ എക്കലോൺ ഫോമിലോട്ടൊക്കെ എഴുതി സൊല്യൂഷൻ എഴുതിയില്ലേ, രണ്ടാമത്തതും ഇതേപോലെ ചെയ്യുമ്പം നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമില്ല, സെയിം സ്റ്റെപ്പ് തന്നെയാണ്. നിങ്ങൾ ട്രാൻസ്ഫോർമേഷനും കാര്യങ്ങളൊക്കെ സെയിം ആണ്. ലാസ്റ്റ് ബിയുടെ കോളം മാത്രമേ ചേഞ്ച് ആവുന്നുള്ളൂ അല്ലേ, ബിയുടെ വാല്യൂസ് മാത്രമേ ചേഞ്ച് ആവുന്നുള്ളൂ. സോ നിങ്ങൾക്ക് ഏകദേശം സ്റ്റെപ്സൊക്കെ ഏകദേശം സെയിം റിപ്പീറ്റിംഗ് ആണ്. സോ ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ. എന്നിട്ട് രണ്ട് സെറ്റിൻ്റെയും സൊല്യൂഷൻ എഴുതുക. എന്നിട്ട് രണ്ടിൻ്റെ റിലേഷൻ എങ്ങനെയാണ് അവിടെ സൊല്യൂഷൻ കിടക്കുന്നതെന്ന് പറയാം കേട്ടോ. ആൻഡ് ദ സൊല്യൂഷൻ മസ്റ്റ് ബി എക്സ്പ്രസ്ഡ് ഇൻ വാട്ട്, എക്സ്പ്രസ്ഡ് ഇൻ എ വെക്റ്റർ ഫോം. നമ്മൾ യു വി എന്നൊക്കെ കൊടുക്കണം. പർട്ടിക്കുലർ സൊല്യൂഷന് പി എന്ന് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, താങ്ക് യു.